അധ്യായം 28. ഉള്ളിൽ കോറിയിട്ട ചിലത്. ഓർമ്മ വെച്ച നാൾ മുതൽ 60 വയസ്സുവരെയുള്ള ഈ ജീവിതത്തിൽ പലതരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ റബ്ബിൻ്റെ വലിയ അനുഗ്രഹത്താൽ ഈ കാലയളവിൽ ഒന്നും തന്നെ ഹറാമായ ഒരു ഉറുപ്പിക കൈപ്പറ്റുകയോ ഹറാമായ ഭക്ഷണം ഒരു നേരം പോലും കഴിക്കുകയോ ചെയ്തിട്ടില്ല. ഉപ്പ രോഗിയായി കിടന്നപ്പോഴും ഞങ്ങളെ പിരിഞ്ഞ് മൺമറഞ്ഞതിനു ശേഷവും വിവാഹം കഴിഞ്ഞ് മക്കളായി ആശ്രയിച്ചു കഴിയുന്നവരുടെ എണ്ണം കൂടിയപ്പോഴും ഡ്രൈവറായും ഹോട്ടൽ പണി ചെയ്തും പത്ര ഏജന്റായും കുടുംബം പുലർത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായി 5 വർഷം ജോലി ചെയ്തപ്പോൾ അനുവദനീയമല്ലാത്തത് സമ്പാദിക്കാനും തിന്നാനുമായി എമ്പാടും അവസരങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് ഹറാമിൽ നിന്ന് അപ്പോഴും അകലം പാലിച്ചു. നീണ്ട 25 വർഷമാണ് കൊണ്ടോട്ടിയിലും പരിസരത്തും ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തത്. ഒരു യാത്രക്കാരിൽ നിന്ന് പോലും ഒരു ഉറുപ്പിക അധികമായി വാങ്ങുകയോ ഒരു പരാതിയോ പോലീസ് കേസോ എൻ്റെ പേരിൽ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. വർഷങ്ങളായി ബിസ്മിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുമ്പോഴും 1 രൂപ ശമ്പളമായോ കമ്മീഷനായോ യാത്രാപത്തയായോ ഹറാമായ മറ്റു രീതിയിൽ ഒന്നും തന്നെ വാങ്ങുകയോ ഭാര്യാമക്കളുടെ വയറ്റിലെത്തിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് റബ്ബിനെ സാക്ഷി നിർത്തി പറയാനാവും. അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 85:9. ബിസ്മിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഭക്ഷണം കഴിച്ചതൊഴികെ യാത്രാ ചെലവിനായോ പെട്രോളിനായോ പോലും ഞാനൊന്നും കൈപ്പറ്റിയിട്ടില്ല. എൻ്റെയും അനുജൻ്റെയും കുടുംബം വലുതായപ്പോൾ ഉമ്മയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 12 സെൻറ്റിൽ നിന്ന് ഉമ്മ എനിക്ക് തന്ന 4 സെൻറ്റിൽ റോഡിന് വിട്ടു നൽകിയ സ്ഥലം കഴിച്ച് ബാക്കി 3.5 സെൻറ്റിൽ ഒരു വീട് വച്ചു. സെക്രട്ടേറിയറ്റിലെ താൽക്കാലിക ജോലിയിൽ നിന്ന് വിരമിച്ച പെൻഷൻ കുടിശ്ശിക ഒന്നിച്ചു ലഭിച്ചതും അനുജനും ഏറ്റവും അടുത്ത 2-3 സുഹൃത്തുക്കളും സഹായിച്ചതും ആ സമയത്ത് വലിയ അനുഗ്രഹമായി. സർവസ്തുതിയും അള്ളാഹുവിന്. അവൻ്റെ കാരുണ്യ കടാക്ഷം കൊണ്ട് ഞാനും ഭാര്യയും 6 മക്കളുമടങ്ങുന്ന വലിയ കുടുംബം ഈ 3.5 സെൻറ്റ് സ്ഥലത്തുള്ള വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. സമ്പത്തിൻ്റെ ആധിക്യമല്ല ധന്യത, മനസ്സിൻ്റെ സംതൃപ്തിയാണ് ധന്യത എന്ന പ്രവാചകവചനം ജീവിതത്തിലൂടെ അനുഭവിക്കുന്നു. ഈ ഓർമ്മക്കുറിപ്പെഴുതുന്ന 2023 ഡിസംബർ അവസാന വാരം വരെ ഈ പറഞ്ഞ 3.5 സെൻറ്റ് സ്ഥലവും അതിലെ വീടുമല്ലാതെ എൻ്റെയോ 10 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുന്ന മകനുൾപ്പെടെയുള്ള 6 മക്കളുടെയോ പേരിൽ ഈ ഭൂമിയിൽ ഒരു തുണ്ട് സ്ഥലമോ മറ്റു സ്വത്തുക്കളോ ഇല്ല. എന്നാൽ അവർക്കറിഞ്ഞുകൂടെ അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന്. വിശുദ്ധ ഖുർആൻ അധ്യായം 2:77.